സമൂഹത്തിലെ തിന്മകൾക്കെതിരെ വിമർശിക്കാൻ ശ്രമിച്ചത് നമ്മൾ ശിരച്ഛേദം ചെയ്യപ്പെട്ട കാലത്ത് വിദൂഷകനായ ചാക്യാർ കഥയുടെ ഭാഗമായി കഥാപാത്രം എന്ന വ്യക്തിയേന രാജസമക്ഷം വിമർശനം അവതരിപ്പിച്ചു. ഇന്ന് ജനാധിപത്യമെങ്കിലും വിദൂഷകന്റെ കർമ്മഭൂമി ഒട്ടത്തേക്കാളേറെ വിസ്തൃതമായതുകൊണ്ട് ഇതിലെ കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ എന്തെങ്കിലും സാന്നിധ്യമാണ്. അതൊന്നും യാദൃച്ഛികമല്ല, മനഃപൂർവ്വം തന്നെയാണ് ഓർമ്മിക്കുന്നത്. കഥ അപ്പോൾ സംഭവിക്കുന്ന വിധത്തിലായതുകൊണ്ട് ഇത് ഭൂതകാലത്തിന്റെ കഥയല്ല, കഥ വർത്തമാനകാലത്തിന്റെയും ഭാവിയുടേതുമാണ്. എല്ലാ സജ്ജനങ്ങളും പരമാവധി വേദിയുടെ അടുത്തേക്ക് കടന്നിരിക്കാൻ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഇപ്പം ഇരിക്കുന്ന എല്ലാവരും ഒരു 3-4 സ്റ്റെപ്പിന് മുമ്പിലേക്ക് കസേരയിൽ കയറ്റിയിട്ടിരിക്കുന്ന ആളുകൾ പരമാവധി അടുത്ത് വേണ്ട കലാരൂപമാണ് കൂത്ത്. പെരുമ്പാവൂരിലെ എല്ലാ ഭക്തജനങ്ങളെയും സ്വാമിയുടെ നാമധേയത്തിൽ ഈ വേദിയുടെ മുമ്പിലേക്ക് സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ചാക്യാർകൂത്ത് അവതരണം ഡോക്ടർ അടനാമരാജന്റെ പിതാവ് യദുകൃഷ്ണൻ. കേട്ടോ ചാക്യാർകൂത്ത് വഴിപാടായി സമർപ്പിച്ചിട്ടുള്ളത് നടേശൻ ആർ രാമനിവാസ് ഔഷധി ജംഗ്ഷൻ ഉണ്ടാവും. നടേശൻ ആർ രാമനിവാസ് ഔഷധി ജംഗ്ഷൻ പെരുമ്പാവൂരാണ് വഴിപാടായി സമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചാക്യാർകൂത്ത് ആരംഭിക്കുന്നു.
എടനാട് രാജനമ്പി. സ്വദേശത്തും വിദേശത്തുമായി ഇതിനോടകം 10,000-ഓളം വേദികളിൽ കൂട്ടും പാഠകവും അവതരിപ്പിച്ചു. ദേശീയവും അന്തർദേശീയവുമായ നിരവധി സെമിനാറുകളിൽ ക്ഷേത്രകലകളെ ആധാരമാക്കി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. മഹാകവി ഭാസന്റെ ഭൂരിഭംഗം നാടകം, ബോധായനയുടെ ഭഗവതജുഗം പ്രഹസനം, മാടമ്പിൻ അമൃതസൂത്ര എന്ന നോവൽ, ആശാന്റെ കരുണ, സ്വാമി വിവേകാനന്ദൻ, രാധാമാധവം, നാരായണീയ പ്രബന്ധം, കർണൻ, സൗന്ദര്യലഹരി, ശ്രീശങ്കരചരിതം, കല്യാണ സൗഗന്ധികം എന്നിവ ചാക്യാർകൂത്തിൽ ചിത്രത്തിൽ അവതരിപ്പിച്ച് രാജ്യാന്തര പ്രശസ്തി നേടി. ഹാസ്യരസത്തിന്റെ അഭിനയം ചാക്യാർകൂത്തിലും കൂടിയാട്ടത്തിലും എന്ന വിഷയത്തിൽ കാനഡി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേത്രകലാ അക്കാദമി അവാർഡ്, മലയാള പുരസ്കാരം, കലാസാഗർ അവാർഡ്, ഹൈദരാബാദ് മൈത്രി അവാർഡ്, നാട്യശ്രീ പുരസ്കാരം, ശ്രീരാമകൃഷ്ണ സേവാശ്രമ പുരസ്കാരം, ഗുരുവായൂരപ്പൻ മെഡൽ, ഉത്രട്ടാതി പുരസ്കാരം, ശ്രീഭദ്ര പുരസ്കാരം, മാധവജി പുരസ്കാരം, ആഗമാനന്ദ പുരസ്കാരം, ചന്ദ്രശേഖര പുരത്തപ്പൻ പുരസ്കാരം, സാരസ്വത പുരസ്കാരം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിരുന്നു. കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ചാക്യാർകൂത്തിലെ കർണൻ എന്ന നാമത്തിൽ ആദരിച്ചു.
എന്താ ഒരു സന്തോഷമില്ല പറ്റിയാളെ ബാധിക്കാൻ ഗണേശനോ ഗണേശനെ ഉപാസിക്കാൻ കേട്ടാൽ രണ്ട് ഗണേശഭക്തന്മാരാണ് അവർക്ക്. അങ്ങനെ കണ്ടാൽ തന്നെ ഉണ്ണിക്കടപ്പൊക്കെ ചെറിയ ഗണേശൻ അദ്ദേഹം സുബ്രഹ്മണ്യന്റെ ആളാന്ന് തോന്നുന്നു. ഓവിലിട്ട് പരിച്ച പോലെ ഇരിക്കുന്നു. ഗണപതി ഗണേശനെ ഉപാസിക്കാൻ ഇതിലേറെ ഒരു ഭാഗ്യമില്ല. വളരെ വിഷമാണ് ഗണേശന്. ആരാ ഈ ഗണേശൻ? ഗണേശനെ പറ്റി ആരാ ഗണേശൻ? ഗണേശൻ എന്ന് പറഞ്ഞാൽ ഗണങ്ങളുടെ ഈശ്വരനാണ് ഗണേശൻ. മനസ്സിലായോ? സംശയമാക്കി ചിലരോട് ചോദിക്കാൻ പോയ സംശയമായിരിക്കും. ഇപ്പൊ രണ്ട് സംശയ, ആരാ ഗണങ്ങള്, ആരാ ഈശ്വരൻ. മറ്റേത് ഗണേശൻ ആരാന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. ഏത് ഗണങ്ങളാണോ? അനവധിയുടെ ഗണങ്ങൾ, ഭൂതഗണങ്ങൾ. അതാണോ? അതൊക്കെ ഭൂതഗണങ്ങളിൽ പെട്ടതാണ്. തലമാതി കാളി മൂലയൊക്കെ ഉണ്ട് ഭൂതഗണങ്ങൾ. അതുകൊണ്ട് അവരുടെ നാഥനാണ് അയാൾക്ക് പോണ ആളാണ് ഭൂതഗണങ്ങൾ. പിന്നെ ദേവഗണങ്ങൾ, അപ്സരസുണ്ടായി. ഇവിടെ തന്നെ അപ്സരസ് തരുന്നത് ഞാൻ ചിരിക്കുന്ന കണ്ടാൽ മുല്ലപ്പൂങ്ങനെ വിളിച്ചില്ല. ഇവിടെ ചെല്ലക്കൊക്കെ സംശയം. നിങ്ങൾ ചിരിക്കണ ഇത് അപ്സരസുന്ദരിമാർ ഉർവശി, മേനക, രംഭ, തിലോത്തമത്തിന് പ്രായോഗികമൊന്നുമില്ല അല്ലെ? അപ്സരസികൾ നാഗലോകത്ത് വന്നേക്കാൾ അവൻ നാഗലോകത്ത് വന്നവനാണ് കേട്ടോ. ഇങ്ങനെ അനവധി ഗണങ്ങളുണ്ട്. അത് ഏത് ഗണങ്ങളുടെ ഈശ്വരനാണ് എന്നാണെങ്കിൽ സർവഗണങ്ങൾക്ക് ഒരു ഈശ്വരനേ ഉള്ളൂ, അത് ഗണേശനാണ്. ഇത് ഭദ്രകാളി ദേവിയാണ്. ഗണേശന് വലിയ വഴിയുള്ള ആളാണ്. അമ്മയെ ഇവിടെ പഠിപ്പിക്കുക, അമ്മയെ പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങനത്തെ ഇതൊക്കെ. അപ്പോ ഈ ഗണങ്ങളിൽ താൻ വേറെ ഏതൊക്കെ ഈശ്വരന്മാരെ പേര് കേട്ടിട്ടുണ്ട്? താൻ ഗണേശനെ ചോദിച്ചല്ലോ. ഏത് ഈശ്വര? ഇത് ഗണപതിയുടെ വാഹനം, സുബ്രഹ്മണ്യന്റെ വാഹനം. ഒന്ന് ചുണ്ടലി, മറ്റൊന്ന് മയില്. ചിലക്ക് പൊക്കിയത് മയില്. താൻ വേറെ ഏതൊക്കെ ഈശ്വരന്മാരെ പേര് കേട്ടിട്ടുണ്ട്? രമേശൻ കേട്ടിട്ടുണ്ട്. ഒരു ഗുണമില്ലാത്തവനാണ് രമേശൻ. അതിലെത്ര ഭേദ സതീശൻ? ഗുണമൊന്നുമില്ല, ഭേദാണ്. രമേശനേക്കാൾ ഭേദ സതീശൻ അല്ലേ? നടേശൻ വേറൊരുത്തൻ, ഒരു ഗുണമില്ലാത്തവനാ. അത് പറയണത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ കേട്ടാലും ഉണ്ടാവില്ല. മനസ്സിലായി? ആളെ മനസ്സിലായില്ലേ? നടേശൻ, രമേശൻ, ഗണേശൻ, അത് പറയണ്ട. പിന്നെ ആരോഗ്യം അറിയാം? കൃഷ്ണനെ, ഗോവിന്ദൻ അല്ലേ? എപ്പോൾ നോക്കിയാലും ഭക്ഷണം കഴിക്കുന്ന ഒറ്റ വിചാരമുള്ളൂ ഗോവിന്ദന്. വെണ്ണ, തൈര്, മോര്, പാല്. ഇപ്പം അപ്പമാണ് പ്രിയം. കാലത്ത് പോകണം, അപ്പം തോന്നുന്നു കാലത്ത് അങ്ങോട്ട് പോരാൻ. ഉച്ചയാകുമ്പോഴേക്ക് അപ്പം ഇങ്ങോട്ട് വരാൻ. ഇതൊക്കെ പറയാൻ അപ്പം ഗോവിന്ദനുള്ള പേര് തന്നെ. അയാളെല്ലാ പറഞ്ഞ നിൽക്കുന്നത് ശരിയാ. ഈ കൃഷ്ണനുള്ള പേര് തന്നെ പറഞ്ഞാക്കുമോ? ഗോവിന്ദൻ, രമേശൻ, അച്യുതാനന്ദൻ, ബാലഗോപാലൻ. കാണാനല്ലേ ബാലഗോപാലൻ? കൃഷ്ണൻ എന്ന് വേണ്ടോ? ഞാൻ പറഞ്ഞു ഗണേശൻ തന്നെ മതി. കേവനാണ് വെച്ചാൽ ഈ ഗണേശൻ എല്ലാവർക്കും പ്രിയങ്കരനായ ആളാണോ? ഗണേശൻ പഠിക്കാനാണ്, പണിയെടുക്കാൻ സമ്മതിക്കില്ല എന്ന് എഴുതുപോലെ കൊണ്ട് അത്യാവശ്യം പണി അറിയണ ഒരാളാ അതെ. ഓ, ഗണേശൻ ത്രിമൂർത്തികളെക്കാൾ കേവനാണോ? കേട്ടോ നീ? ത്രിമൂർത്തിനും എന്റെ മതകൾ എനിക്ക് നോക്കും. ആരൊക്കെയാ ത്രിമൂർത്തികള്? ആര്? ബാബരോ, ബ്രഹ്മാവ്, പിന്നെ മഹാവിഷ്ണു, പിന്നെ ശിവൻ. മനസ്സിലാക്കിയിട്ടാ? നീ ഇങ്ങനെ എന്നെ കൊണ്ട് ത്രികോണപ്പെട്ടിരുന്ന കേട്ട് പഠിച്ചോ? നിങ്ങൾ തന്നെ കിട്ടിയാണോ? ഞാനല്ലാതെ കണ്ടു. ബ്രഹ്മാവ് സൃഷ്ടികർത്താവായിട്ടുള്ള ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടി ബ്രഹ്മാവിന്റെയാ. എല്ലാം നല്ലതായിട്ടൊന്നുമില്ല ബ്രഹ്മാവിനെ പറ്റി. ഇതൊന്നും ഒരാവശ്യം രണ്ട് തെറ്റിച്ചേർന്നാ കേട്ടോ. രണ്ടെണ്ണത്തിനാണ് കൊണ്ടുവരുന്നത്. ഒരാവശ്യമില്ല. അങ്ങനെയുണ്ട് ബ്രഹ്മാവിന്റെ സൃഷ്ടി. ഈ കാണുന്ന സർവ്വപ്രപഞ്ചങ്ങളും ചരാചരങ്ങളും, നദികള്, സമുദ്രങ്ങൾ, അതുപോലെ ആകാശം, നക്ഷത്രങ്ങള്, സൂര്യചന്ദ്രൻ, ഇതെല്ലാം ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്. ഇതൊക്കെ ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്. ഇന്ന് വെക്കോ? പിന്നെ വിഷ്ണു പരിപാലകൻ, രക്ഷിക്കുന്ന ആൾ. വിഷ്ണുവിന്റെ കിങ്കരനാണ് പോണത് ഒരാളാണ്.
വെയിലത്ത് അങ്ങോട്ട് നടക്കല പണി, കാരണം ഇല്ല കൃഷ്ണനിലേക്ക് കയറുന്നതാണ്. രക്ഷിക്കല് നാരായണന്റെ ചുമതലയാണ്. രക്ഷാപ്രവർത്തനമൊക്കെ കേട്ടില്ല എനിക്ക് ചില ആൾക്കാർ പൂച്ചയ്ക്ക് വേണ്ടി തല്ലിപ്പൊട്ടിക്കാന്നല്ല, രക്ഷയാണ്. അപ്പൊ കഴിക്കുന്ന കേട്ടതാണ്. പിന്നെ 12-ാം ദിവസം ഒരു പൂവ് ചന്ദനം രക്ഷാപ്രവർത്തനം. വിഷ്ണുവിന്റെ ചുമതല രക്ഷ ഉണ്ടോ? എന്നെ രക്ഷിച്ച് പടം കൊണ്ടു പതുക്കെ 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 വയ്ക്കൂ പതുക്കെ. രക്ഷിക്കണം പിന്നത്താണ് സംഹാരകർത്താവ് ഒക്കെ മഹാദേവൻ. ഇവരെക്കാളൊക്കെ കേവനാണോ ഈ താൻ പറഞ്ഞ ഗണേശൻ എന്നാണെങ്കിൽ ഇവര് പോലെ ഈ പ്രവൃത്തി ചെയ്യുന്നത് ഗണേശന്റെ അനുഗ്രഹം കൊണ്ടാണ്. ആ അനുഗ്രഹം ഈ ഒക്കെ അപകടവും. സർവ്വ ആളുകളും ഗണപതി ഉപാസിക്കുന്നു, മേളക്കാര് ഗണപതി ഉപാസിക്കുന്നു. താഴെ പുറത്തേക്കുമ്പോ ചെണ്ട മദ്ദളം പോലെ ഗണപതിയുടെ ഉപാസിക്കുന്നു, പാട്ടുകാരൻ ഗണപതി ഉപാസിക്കുന്നു, നൃത്തക്കാരൻ ഗണപതി ഉപാസിക്കുന്നു അല്ലേ. ദേഹനൊക്കെ കഴിഞ്ഞാൽ വിളമ്പാനം പുറപ്പെടുമ്പോഴേക്ക് തയ്യാറായിട്ടായിരിക്കണം. വിളമ്പാനം കഴിക്കാം, വായ വിളിച്ചായിരിക്കണോ. ഒരു ഭക്ഷണം കഴിക്കാണ്ട് ഓവിലേക്ക് കളിച്ച പോലെ നോക്കും. ഒന്നും കഴിക്കാറില്ല എണീറ്റ് നോക്കട്ടെ, എണീക്കുക. ആ ഇരുന്നോ. പാവതിനൊന്നും കൊടുക്കാറില്ലാന്ന് തോന്നുന്നു. അവിടെ ദിവസം സദ്യ കേട്ടോ. ഇടയ്ക്കൊക്കെ ഇതൊക്കെ വണ്ണം വെച്ചത് കഴിച്ച് കഴിച്ചാൽ തീയായിട്ട് കുറയ്ക്കണ്ട, കേമായിട്ട് ദേഹനൊക്കെ കലായാൽ അത് ആദ്യം എന്താ ചെയ്ത് ദേഹനക്കാരൻ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ച് അതിന് മുമ്പിൽ ആ ദൂഷങ്ങൾ കൊണ്ട് വെച്ച് സകല വിഭവങ്ങളും അവിടെ ഇങ്ങനെ വിളമ്പിട്ടുണ്ട്. വല്ലുണ്ണി തമ്പുരാനെ ഗണപതിക്ക് വെക്കാന്ന് കിട്ടിയേ. ഇത് ഇതില്ലെങ്കിൽ ചിലപ്പോൾ പായസമാണ്. പായസത്തിലേക്ക് കിട്ടിമുട്ട് എന്നെ പദ്ധതിയല്ല. ആ ഈ ഇറക്കുമ്പോ ഒരു കയ്യാണ് വെക്കേണ്ടത്. പോയാൽ നാളെ ഉള്ളിലേക്കുള്ള കിട്ടുള്ളൂ. വലിയ അപകടം ചെയ്യാണ്ടിരിക്കണോ ഗണപതി പറഞ്ഞു. ആ ഉപ്പിടുമ്പോ ഒന്ന് കൈ വെച്ചാൽ മതി, എല്ലാം കൂടി ഇതിലേക്ക് വീണാലും. അപ്പൊ ഇവിടെ മരം വെട്ടുകാര് ആശാരിമാര് എല്ലാം കൂട്ടി പണ്ടൊക്കെ ആശാരിമാരെ വിളിച്ചു കൊടുത്താൽ ആ എന്താണോ ഈ നാട്ടുകാരനല്ലാന്ന് തോന്നുന്നുണ്ട്. എന്താണോ കുറച്ച് മരപ്പണിയൊക്കെ വേണ്ടേ, എന്താ വേണ്ടേ, കുറച്ച് ഊട്ടുവരെ ഉണ്ടാക്കിയാൽ കൊള്ളാം. തോന്നുന്നില്ല ഇതൊക്കെ ഇത്ര എഴുതും ഇവിടെ, ഈ ഉള്ളതൊക്കെ എടുക്കാം. ഇതൊന്നും ഇനി പെട്ടെന്നൊന്നുമില്ല. ഇതൊക്കെ ഒന്നാമതേ ഇത്രയൊക്കെ ഉണ്ടാവും അല്ലേ. നോക്കും കരയൊക്കെ വാങ്ങി ഇങ്ങനെ അവിടെ നോട്ടത് കണ്ടെന്ന് വന്നു. അത് തിരക്കില്ല, പുറകിൽ നല്ലതാണ്, നല്ല പൊക്കമുണ്ടോ കുറഞ്ഞു. ഒറ്റ ശിക്കാണ് അല്ലാതെ കമ്പിലും അതെടുത്താ ഇവിടെ ആ മേഖലക്കൊക്കെ എടുക്കാൻ നല്ല ഭാഗമാണ്. ഇങ്ങനെ അവർ പണി തുടങ്ങാൻ പുറപ്പെട്ടാൽ ആ ആശാരി ഓരോന്ന് ആ കോടാലി കൊണ്ടുവച്ചത് എന്റെ വല്ലുണ്ണി തമ്പുരാനെ പ്രാർത്ഥിച്ച് ആ മരത്തിലുള്ള പക്ഷികളോടും മൃഗാദികളോടൊക്കെ പറഞ്ഞു കൊള്ളാൻ തുടങ്ങട്ടോ. ആ കുരങ്ങനൊക്കെ ചാടിക്കൊണ്ടതൊക്കെ പറഞ്ഞു കൊണ്ടിട്ട് പോണതാണ്. അവനൊക്കെ വരും, ഇവിടെ വരുമ്പോഴേക്ക് ഞാൻ മരം വെട്ടിയിട്ടുണ്ടോ. അവന് തല മാത്രം നടക്കില്ലല്ലോ കേട്ടോ. കാറ്റ് കൊണ്ടാൽ പോയി നിൽക്കും അവിടെ. ഇങ്ങനെ നിന്ന കാറ്റ് പോകും, ഞാൻ പറഞ്ഞേക്കാം. ആ പക്ഷികളോടൊക്കെ പറഞ്ഞ് പ്രയോഗിച്ചാൽ അത് കേമവും ചെയ്യുന്ന പണികളും. എന്ത് ശില്പം ഉണ്ടാക്കിയാൽ ഭംഗി കേട്ടോ. സാധനത്തിക്ക് എന്ത് ഭംഗിയാണ് നോക്കി തലമുറയൊക്കെ കുറച്ച് മുമ്പിലേക്കുണ്ട്. നീ കണ്ടോ സാധനത്തിക്കെ കണ്ടോ? ഞാൻ വേണമെങ്കിൽ നോക്കിക്കൊള്ളൊരു അവസരമാണ്, വേണമെങ്കിൽ നോക്കാം. അപ്പോ ഇങ്ങനെ എന്ത് അപ്പോ അതുപോലെ കുലാലൻ ഗണപതിവാസനയുണ്ട്. കുലാലൻ എന്ന് പറഞ്ഞാൽ കാലവും കുടമൊക്കെ ഉണ്ടാക്കണം. ഇവിടെ ആദ്യം മണ്ണൊഴിച്ച് എൻ്റെ വല്ലുണ്ണി തമ്പുരാനെ പ്രാർത്ഥിച്ചു വെച്ചിട്ട് തുടങ്ങി. അതിലുണ്ടാക്കി നിസാരക്കാരനൊന്നുമില്ല കുലാലൊന്നും. ബ്രഹ്മാവിന് മുഖ്യനെ ബ്രഹ്മാവ് എന്താ ചെയ്യണേ? സൃഷ്ടിക്കുന്നു അല്ലേ. കുലാലനോ കുടണ്ടാക്കണമെന്നല്ല, സൃഷ്ടിക്കണം. കുലാലൻ എന്തുകൊണ്ടാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ട് അല്ലേ, വായു വെള്ളം. അതുകൊണ്ട് തന്നെയല്ലേ ബ്രഹ്മാവ് ഉണ്ടാക്കണം സൃഷ്ടിക്കുന്നത്.
നമുക്ക് ബ്രഹ്മാവിന്റെ സൃഷ്ടിയില്ല. ഇവിടെ ഉള്ളവർക്ക് ഗുണമുള്ളതെന്ന് വെച്ചാൽ ചിലതൊക്കെ ചെന്നാൽ അവരുടെ ഭവനത്തിന്റെ മറ്റത്ത് കയറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടോ ഒരു ഗുണമില്ല, ഒരു ഗുണമില്ല. ഒരു അലങ്കാരം, അങ്ങനെ അലങ്കാരം അത് ഇവിടെ അവിടെയുണ്ട്. ചില ബ്രഹ്മാവുണ്ടാക്കുന്ന സൃഷ്ടികളാണ്. അതുപോലെ പുരാതന കുടങ്ങൾ വായവട്ട കുടങ്ങൾ, വലിയ വായ, ചെറിയ കുടം, അത് ഇവിടെ നോക്കും. ചിലതൊക്കെ കണ്ടാൽ നല്ല വായവട്ട, ഇത്രയും വേണ്ടിയിട്ടില്ല, ഇത്രയും വേണ്ട. അപ്പോ ഇവർക്കൊക്കെ ഒരു ദിവസം ഇയാൾ ഈ കുടവും കാലമൊക്കെ കുടം കലം കുടം വേണോ കുടം, ഗണപതി വാസനയ്ക്ക് പറ്റിയില്ല, എഴുന്നേറ്റപ്പോൾ വൈകി, അത് കൊണ്ടേന്ന് പറഞ്ഞു കുടം വേണോ കുടം വേണോ കുടം വേണ്ട, ഒരാൾ കൊണ്ടുവരോ കുടം കുടം എടുത്തോക്കോ നല്ല നോക്കപ്പോ ഞങ്ങളാ നോക്കുക. അവനൊന്നും കുടമൊന്നും പിടിക്കില്ല, ഇതിന് ചുമന്ന് ഞാൻ കഷ്ടപ്പെടണം. കുടം കലം കടം വേണോ കടം കടം വേണോ ചെല്ലാതെ കൂടി വരും. അങ്ങനെ ചെല്ലുമ്പോ നട്ടുച്ചേ ഒരു ഭവനത്തിന്റെ അവിടെ വന്നൊരു അടിപ്പരയുണ്ട്. കുടം കണ്ടുകൊണ്ടു അത് ഒരാൾ പിടിച്ചൂടോ. പണിയെടുക്കാർക്ക് അറിയില്ല വിഷമം, ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ചോണ്ടിരുന്നാൽ മതി. അവനോട് ചോദിച്ചാൽ അവനറിയാം കുറയില്ല, അവൻ്റെ കാലത്ത് എത്ര കഷ്ടപ്പെട്ടാന്നറിയോ. കുടം കാര്യം പൊക്കി ഇതവിടെ കുത്തിലേക്ക് ഇത് പൊക്കി ഉണ്ടാക്കി നോക്കി അയ്യോ സങ്കടം. അയാൾ ആളുകൾ എന്താ കാരണം ഇന്ന് ഗണപതിയെ വാസിക്കേണ്ട നോക്കട്ടെ, അതിൻ്റെ മാറ്റിയതാ. അവൻ വീണ്ടും കുടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കൊണ്ടിട്ട് മനസ്സിൽ വന്നു. ഗണപതിയാണ് വിചാരിക്കുന്നൊക്കെ ആൾക്കാർ ഇത് വരുന്നത്. നിങ്ങളെ കൂടെ ചാട്ടിൽ വരും, ഇങ്ങോട്ട് വരാൻ നിങ്ങളുടെ കുടവും കലവും വലുത് വേണം. കുടവും കലവും വലുത് വേണമെന്ന് എന്നാ പോയി ഇരുന്നോടെ. ഞാൻ ഓടി വരണം, അപ്പൊ കുടം മേടിക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് വേറെ എന്താണോ കുറച്ച് കടമൊക്കെ ഇതൊക്കെ കൊണ്ടുപോവാം. നല്ല ഗുണങ്ങളെ ഇതിന് പുറകെ ആ ചെറുത് എനിക്ക് ഇഷ്ടമായി. ഇതിൻ്റെ പുറകെ ഇത്ര കാലം പറക്കളതെന്ന് വരുന്നു. അപ്പോൾ ഷൂ വലിയ കേട്ടു എപ്പോഴും ഇങ്ങനെ അത് എനിക്ക് വേണം കൊണ്ടുപോകും. ഞാൻ ഇനി നമ്മൾ വെച്ചോണ്ടിരുന്ന കാര്യം ഞാൻ കൊണ്ടുപോവുക. ഇങ്ങനെ അയാളുടെ ഗണപതിവാസം കഴിയുമ്പോഴേക്ക് എല്ലാം കൊണ്ടുപോയി. നല്ലടോ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, വിസ്തരിച്ച് ഈ ഗണപതിയെ കുറിച്ച് പറയണം. അതിനെന്താ വേണ്ടേ എന്നാണെങ്കിൽ പ്രാതരാശായ ധനേശോപി നശക്തുയാൻ അപരിച്ഛേദ്യരൂപം തം ഗണേശ്വരം ഉപാസ്മഹേ. ആ ഗണേശൻ വിചാരിച്ചിട്ട് പോലും ഈ ഉണ്ണിഗണപതിക്ക് ഒരു നേരത്തെ പ്രാർത്ഥന കൊടുക്കാൻ പറ്റിയിട്ടാണ്. മനസ്സിലായില്ല? വിസ്തരിച്ച് പറയാ, വിസ്തരിക്കാനുള്ള സമയമൊന്നുമില്ല. ഞാൻ കുറച്ച് ചിലത് പറയാൻ നോക്കാം. അത് കേട്ടിട്ട് ഈ ഗണപതിയുടെ മഹത്വത്തിൽ വിചാരിക്കാതിരുന്നു. ധനേശൻ ധനേശൻ ഒരാളുടെ കേട്ടോ, നീ കേട്ടോ, മൂർത്തികളൊക്കെ കേട്ടിട്ടോ കേട്ടോ ധനേശൻ. ലോകത്ത് ഏറ്റവും അധികം ധനമുള്ള ആളാണ് ധനേശൻ. നവരത്നങ്ങൾ അതിൻ്റെ ഉപകാരങ്ങളാണ് എത്രയാണെങ്കിലും ഏറ്റവും വലിയ പേടിക്കാരൻ ധനേശൻ. കുബേരനെ കുബേരനെ കുബേരൻ ഏറ്റവും വലിയ പേടിക്കാരൻ, ഏറ്റവും കൂടുതൽ ധനമുള്ള ആള്, ഏറ്റവും കൂടുതൽ പിശുക്കൻ. അവൻ ഒരു ദിവസം മഹാദേവനെ തൊഴാനായിട്ട് ഹര ഹര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ അങ്ങനെ പോകുമ്പോ ആരോ വിളിക്കുക കുബേരൻ കുബേരൻ. കുറേ നേരമൊക്കെ ഇവിടെ അക്ഷരസുന്ദരിമാരെ കൂടിയില്ല. ഇതിലായിരിക്കും ഇപ്പോഴല്ലേ കണ്ടില്ലേ രണ്ടുപേരും രണ്ട് സുന്ദരിമാർ തിരിഞ്ഞു നോക്കേണ്ട നിങ്ങൾ തന്നെയാണ്. പുറകിൽ സുന്ദരിമാരല്ല, താടകയും പൂജയും നക്ഷത്രതുണ്ടിയും ഈ സുന്ദരിമാരോ പിന്നെ നിങ്ങളല്ലേ വിളിച്ചത് അല്ലേ? അല്ലേ വിളിക്കാൻ പറ്റില്ല. ഒരാൾ പുറകിൽ വലിയ കടലിക്കലെ കൊണ്ട് ഞാനാ വിളിച്ചത്.
അങ്ങനെ ഇരിക്കട്ടെ കാട്ടി കോയപ്പുഴ ഗണേശൻ ആലോചിച്ചിട്ട് എന്താ വലിയ കൊടിയ ഇത് കൊണ്ട് ചുമന്ന് എൻ്റെ കൊട്ടാരം വരെ കൊണ്ടുപോകാൻ പറ്റില്ലേ. ഇത് കൈലാസത്തിൽ എത്തുകയും ചെയ്തു. അങ്ങനെ മണ്ണാലികളോ വന്നേക്കണം കുറച്ച് പൊക്കാൻ കഴിയില്ല. അതൊക്കെ കണ്ടിട്ട് ഇത് ഞാനങ്ങ് എടുക്കുക, ഇത് ഞാൻ കൊണ്ടുപോകും, ഇത് നിങ്ങളെനിക്ക് തരണം. തന്നില്ലെങ്കിൽ ഞാൻ എടുക്കും. ഇതുവരെ എടുത്തില്ല. ഇത്തവണ കൊണ്ടുപോട്ടോ, ഇത്തവണ കൊണ്ടുപോകുന്നു പിടിക്കുക. മഹാശക്തനാണ് പറഞ്ഞ പ്രതാപനായിട്ട് ആളാ. പ്രതാപം കൊണ്ടുപോയില്ല, പ്രതാപന്റെ പണി കഴിഞ്ഞു പോയി. പ്രതാപം ഞാനും പിടിക്കുക. എത്ര പിടിക്കുന്നു നോക്കില്ല. ഇപ്പൊ പഴയ പോലെ കൈക്ക് വിലയില്ല. കയ്യിന്റെ വില ദിവസം കുറഞ്ഞു അല്ലേ? ഇന്നും കൂടി കുറച്ച് കുറഞ്ഞില്ലെന്നാ കേട്ട കയ്യിന്റെ വില. ഇടത്തെ കൈ കൊണ്ട് പിടിച്ചാലോ? ഇടത് പിടിക്കുക, നീ പിടിക്കുക ഇടത്. അത്ര മണ്ടന്മാരാണോ നമ്മൾ? അനുഭവിച്ചതുപോലെ ഒക്കെ ശരിയാക്കി തരാം. ശരിയായില്ല, അനുഭവിച്ചോ, പഠിക്കട്ടോ. ഇടത്തെ കൈ കൊണ്ട് പോകുമോ? എനിക്ക് തോന്നില്ല ഇനി അടുത്ത് പോകുമ്പോൾ എനിക്ക് തോന്നില്ല. കഴിഞ്ഞ അവസാനത്തെ അല്ല, രണ്ട് കൈ കൊണ്ട് പിടിച്ചാൽ ചിലപ്പോൾ അതിലേക്കൂടെ പൊങ്ങില്ലേ? അങ്ങനെ രണ്ട് കൈ കൊണ്ട് പൊക്കിയാൽ അല്ലെങ്കിലും ഇവിടെ പിടിച്ചതൊക്കെ ഇടതും വലുതും കൂടിയിട്ടാണ്. ഇപ്പോഴും അങ്ങനെ അല്ലേ? പിന്നെ എന്തിനാ ഇടത് വേറെ വലത് വേറെ? ഞങ്ങൾക്ക് പൊങ്ങി മുകളിലേക്ക് എത്തിയാലും രണ്ട് കൈ ഒരുമിച്ചല്ലേ? കേന്ദ്രത്തിലെത്തിയതിന് ഇടതും വലുതും ഒരുമിച്ചാ. പിന്നെ ഇവിടെ എന്തിനാ ഇടത് വേറെ വലത് ഒരുമിച്ചായിക്കോളൂ? ബുദ്ധിമുട്ടിക്കുന്നത് ഏതായാലും ഇത് പൊക്കിയിട്ട് തന്നെ ആ വലിയ കടലിൽ കൊല പൊങ്ങിയിടോ. ഏതായാലും ഇത് ചുമന്ന് എൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ പറ്റില്ല, മഹാദേവന്റെ അടുത്തേക്ക് പോവാം എന്ന് വെച്ചാൽ അവിടെ ചെന്ന് ശിവാന്റെ കാര്യം വെച്ചു. അങ്ങനെ കൊണ്ടുവരുമ്പോ അന്ന് കാവലായിട്ട് നിന്നിരുന്ന ആള് ഉണ്ണിഗണപതിയെ ചെവിയൊക്കെ ആക്കി എന്റെ കൈ. അപ്പോഴാണ് ഈ പഴത്തിന്റെ വാസന. അച്ഛൻ കൊടുത്താൽ അച്ഛൻ തരുന്നില്ല. അച്ഛന് കൊടുത്താൽ അച്ഛൻ അച്ഛൻ കണ്ടോട്ടെ എന്നെ കഴിച്ചു. ഞാൻ കൊണ്ടുവന്ന് അച്ഛൻ കാണുന്നത് ആ തുമ്പിക്കൈയുടെ അടിയിൽ കൂടെ ചാടി ചെന്ന് ഭഗവാന്റെ കാട്ടിൽ നമസ്കരിച്ചു. നമസ്കരിച്ചപ്പോ വൈഷ്ണവണം കണ്ണടച്ചു. ഭഗവാൻ കാണും. നമ്മൾ അങ്ങനെയല്ലേ പതിവ്? നമ്മൾ അമ്പലത്തിൽ ചെന്നാൽ അപ്പം നടക്കില്ലേ? പുഴയിലും ഉണ്ടാവാറില്ലേ? നമ്മൾ ചെല്ലുമ്പോൾ ഭഗവാൻ പറയും ആ കുരുത്തം കെട്ടോട് വരുമ്പോൾ അടച്ചോ നടാ. അപ്പൊ നമ്മൾ അവിടെ നാമക്കെട്ടും കാണും അല്ലേ? കർമ്മശാസ്ത്രായണമാണ് സത്യസ്വരൂപിണിയാണ് തടയാൻ തോന്നാൻ അപ്പൊ നമ്മൾ കണ്ടടയ്ക്കും. പിന്നെ കണ്ണ് നമ്മൾ ഓർമ്മ അവിടെ നടക്കും. ഭഗവാനെ കണ്ടു നമ്മൾ അതുപോലെ നമസ്കരിച്ച വഴി വൈഷ്ണവനെ കണ്ണടച്ചു. മഹാദേവനെ കണ്ടുപിടിച്ചു. കണ്ണ് തുറന്ന അവിടെ ആളൊക്കെ ഉണ്ട്. ആരാ? നല്ല ഭാഗം ആ കൊല അങ്ങനെ തന്നെ എടുത്തു. അത് നോക്കിയാൽ പറഞ്ഞു എവിടെയാ ശരിയാ. വൈഷ്ണവനെ കണ്ണു തുറക്കുള്ളൂ. മഹാദേവൻ അവിടെ വെച്ചിട്ടുണ്ട്. പല സ്ഥലത്ത് വെക്കിണ്ട്. ഇപ്പൊ കേൾക്കണ്ടേ? ചില സ്ഥലത്ത് വെക്കാണ്ട് തന്നെ കിട്ടുന്നുണ്ട്. എവിടെ എന്താ വെച്ചേ? ഒരു കടലിപ്പോലെയാ. സമാധാനം ഞാൻ വെച്ചുള്ളതെന്ന് പറയുമ്പോ എന്താന്ന് ശരിയല്ലോ, കാലമല്ലാത്തതാണ്. എവിടെ കടലിപ്പോലെ കാണാനില്ലോ, മകവ് കാണാനില്ല. നോക്കിയപ്പോ കദളിക്കൊല കാണാൻ. ഇപ്പൊ നോക്കിയപ്പോ എന്തായില്ല, ഇവിടെ വന്ന് കദളിക്കൊല ഗണപതി ഉണ്ണി കദളിക്കൊല കൊണ്ടുവന്നില്ല. അങ്ങനെ കദളിക്കൊല കഴിച്ചാൽ തുല്യാണ്. മഹാദേവന്റെ കഥ ആലോചിച്ച ഒന്നുമില്ല. ദേവനെ ഇപ്പൊ ഇവിടെ അത്യാവശ്യം വരുമാനം ഉണ്ടല്ലേ? മഹാദേവൻ ഒന്നുമില്ല. ഞാനല്ല കുറച്ച് സ്നേഹമുള്ളതാണെന്ന് തോന്നുന്നു. വലുതുണ്ടോ? സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലേ? നാം കൈ വെച്ചാൽ മതി. അവിടെ അങ്ങനെ നടക്കണാളാ. അപ്പോ അദ്ദേഹത്തിന്റെ ഉണ്ണിയൊന്നും ഒന്നും ഉണ്ടാവില്ല. പാവം അദ്ദേഹം എന്തായാലും കാര്യമാണ്. ഈ ഉണ്ണിഗണപതിക്ക് ഒരു നേരത്തെ സദ്യ കൊടുത്തേക്കാൻ
എന്താ വിശ്രമണ നമ്മുടെ ഉണ്ണികളെ ഒരു നേരത്തെ സദ്യ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഉണ്ണിഗണപതിക്ക് അത് അവരുടെ പ്രവൃത്തിയാണ് കേട്ടോ അല്ലേ? നീ എന്തൊക്കെയാ കഴിച്ചേ? നുണ പറയില്ല. എന്തൊക്കെയാ കഴിച്ചേ? ആരെ കോഴിന്ന് കൊണ്ട് കൊടുത്താണോ? അതാ പിന്നെ പിന്നെ ചെറിയ കാണാണ്ട് കരിമ്പ് കാണാ ഈ കൈകൾ ശുദ്ധ കൈ ശുദ്ധാണെന്ന് അറിയാൻ വലിയ താമസമില്ല. ശുദ്ധ കണ്ടോളൂ. പിന്നെ പിന്നെ വലിയ ഓർമ്മയില്ല. എന്നൊക്കെ വെറുതെ പറഞ്ഞ് പഠിപ്പിച്ചേക്കും. എന്തായാലും ഉണ്ണിക്ക് ഒരു നേരത്തെ സദ്യ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഉണ്ണിക്ക് മാത്രമല്ലോ അന്ന് മാത്രമല്ലോ അവിടെ കാണും രണ്ടുപേരും. ആരാവ്? ശാസ്താവ് സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യന്റെ കൂട്ടുകാരനാണ് കൈകൊണ്ടത്. അപ്പൊ ആ പോകുന്നതോ കുറച്ച് വയസ്സായത് അത് ഭൃംഗിയിലടി ശിവന്റെ ഭൂതാണ്. അപ്പോ ഈ വരുന്നത് അത് ശ്രീപാർവതി ദേവി. തൊട്ടുപുറകെ അത് ദുർഗ, കാളി, ജയ ദേവിയുടെ കൂട്ടുകാരൻ. ഇത് ഇവൻ ശ്രീപാർവതി. സുബ്രഹ്മണ്യ ശാസ്താവിലേക്ക് അതോ ഗണപതിക്ക് മാത്രമേ? ഞാൻ നശിക്കാൻ തോന്നുന്നു. ഗണപതിക്ക് മാത്രം കൊടുത്താൽ ഇപ്പൊ ശാസ്താവ് സുബ്രഹ്മണ്യം കണ്ടു. എത്ര കാശ് കൊടുക്കും ആലോചിച്ചാൽ. അവരെ വൈശ്രവണം കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോവോ അതോ ഞാൻ കൊണ്ടാക്കണം? എന്താ ഭഗവാൻ വരണ്ടെന്ന് പറയുന്നു. ഈ വേലി കഴിച്ചാൽ ദുരിതെന്താണ് ഞാൻ കൊണ്ടുവന്നിട്ട് ആ എഴുതാ പറയുന്നത്. ഒന്ന് അവിടുത്തെ പറയുന്നത് വേലി കഴിച്ചാൽ ദുരിതം എന്താക്കാൻ എവിടെ പോയാലും വലിയ വലിയ പിന്നെ കൊണ്ടുവിടക്കലേ അല്ലേ? വേലി കഴിക്കാതെ നമ്മൾ അങ്ങോട്ട് വിളിക്കും. നീ വരണ്ട എന്നാ ഞാൻ പോണില്ല. കുറച്ച് കാര്യം അത് കഴിഞ്ഞാൽ ഒരു സ്ഥലം വരെ പോവുക. എന്നാ ഞാൻ പോണില്ല. ആദ്യം കുറച്ച് കാലം ഭർത്താവ് പറഞ്ഞൊക്കെ ഭാര്യ കഴിക്കും. അത് കഴിഞ്ഞാൽ ഭാര്യ പറഞ്ഞ ഭർത്താവ് കഴിക്കും. അത് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിന് പറഞ്ഞ നാട്ടുകാർ മുഴുവൻ കഴിക്കും. എവിടെയെങ്കിലും മുമ്പ് കൊണ്ടുപോകാറുണ്ടോ? ഇല്ല. ഇതിനെ എവിടെ കൊണ്ടുപോകാറില്ല പാവം. അത് ഞാൻ പുറപ്പെട്ടാൽ അപ്പൊ ശ്രീപാർവതി മാത്രമല്ല മറ്റേയാളും ഓർമ്മ മറ്റേ കുട്ടി ഉണ്ടാവും. അതായത് മറ്റേ കുട്ടി ആര്? ഗംഗ. അതാരാ ഗംഗ? മഹാദേവന്റെ കാമുകിയാണ്. പാർവതി കൊണ്ടുപോകാൻ താല്പര്യം, ഗംഗയെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. ആ ഗംഗയെ കൊണ്ടുപോണ്ടാച്ചൂടെ? ഗംഗയെ കൊണ്ടുപോണ്ടാച്ചാ വലിയ വിഷമാവും. ഗംഗ എങ്ങടാ പുറപ്പെട്ടേക്കണേ? ഗംഗ ഇപ്പൊ പോകണ്ട. പോകണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ എന്നെ ഗംഗ പറഞ്ഞു ആകെ അപകടവും. ഗംഗയുണ്ടാവും. ഞാൻ പോകുന്ന ഗംഗയുണ്ട്. പിന്നെ ഭൂതഗണങ്ങള് 33 കോടി കണ്ടോ പറയിലേക്ക്. ഇതൊക്കെ എൻ്റെ ആൾക്കാരാണ്. കേട്ടിട്ടില്ലേ? ശിവന്റെ സൈന്യം ശിവസേന ഇപ്പൊ കേൾക്കാൻ കുറവാണ്. രണ്ട് കേരളമായിരുന്നു അല്ലേ? അപ്പോ ശിവസേനക്കാർ മുഴുവൻ പുറപ്പെടും. ദേവന്മാര് മുഴുവൻ സുരേന്ദ്രനടക്കം യാത്ര പുറപ്പെടും. സുരേന്ദ്രൻ പുറപ്പെട്ടില്ല ഗുണമൊന്നും ഇല്ല. എന്നാലും സുരേന്ദ്രൻ ചാടി പുറപ്പെടും. സുരേന്ദ്രന്റെ യാത്ര എല്ലാവരും യാത്ര പുറപ്പെടാണല്ലോ. സുരേന്ദ്രൻ പുറപ്പെടും. ശ്രീപാർവതി, ശൈലജ ഇതിനെ കൊണ്ട് ഗുണമൊന്നുമില്ല. അപ്പോ ദേവന്മാര്, അസുരന്മാര്, ഗന്ധർവന്മാര്, അഷ്ടദിക്പാല് എല്ലാവരും കുബേര വേണമെങ്കിൽ വേണ്ടാന്ന് ചൊടുപ്പ് വെച്ചോളൂ. ഉടനെ അഹങ്കാരിയായിട്ടുള്ള ധനേശൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതെ മഹാദേവൻ ഈ ത്രൈലോക്യം മുഴുവൻ വന്നാല് അവർക്കൊക്കെ ഞാൻ വിചാരിച്ച ഭക്ഷണം കൊടുക്കാൻ പറ്റും. അറിയോ? ഒരു ഭക്തൻ പറയാൻ പാടില്ലാത്ത വാക്കാണ് അല്ലേ? ഭഗവാൻ അനുഗ്രഹം കൊണ്ട് അത്രേ പറയാൻ പാടുള്ളൂ അല്ലേ? അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടന്നു പോകണം. പാവം അയ്യോ ഇവിടെ നോക്കേ ചെന്നൈ കുട്ടിയാണ്. ഭഗവാന്റെ അനുഗ്രഹമുള്ള കുട്ടിയാണ് കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എന്താ പറഞ്ഞേ? ത്രൈലോക്യം മുഴുവൻ വന്നാലും സദ്യ കൊടുക്കും. ഇപ്പൊ എന്നാല് ഇന്നേക്ക് 10-ാം ദിവസം കായ വെട്ടിയാൽ അത് പഴുക്കാറുള്ള ദിവസം. അല്ലാണ്ട്
കാശുണ്ടാക്കാൻ നിങ്ങൾ പോകേണ്ട കാര്യമൊന്നും ഇല്ല. അത് കേട്ടോടി ഉണ്ണികടത്ത് ചെയ്ത് കണ്ടി പോണൊരു സ്നേഹമില്ലാത്ത പൈസ ഇത് മഹാദേവൻ വിളിച്ചു എങ്ങടാ പോണേ? ഞാൻ വൈഷ്ണവന്റെ കൂടെ അവിടെ സദ്യ ഉണ്ടാക്കണം, അവിടെ പോയി പഴങ്ങൾ കൊണ്ടുവയ്ക്കണം, പായസം ആക്കണം, പപ്പടം വറക്കണം, ഉപ്പേരി ഉണ്ടാക്കണം. ഞാൻ പോവാ. ഉണ്ടാണ്ടോ ഒരിടത്തേക്ക് പോകണ്ട. ഞങ്ങൾ തിരിഞ്ഞോ കണ്ടോണ്ട് ഓരോ ബോധങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. പറഞ്ഞാൽ കേൾക്കാത്ത വകയാണ്. നീ വേഗം പോയിട്ട് വന്നു. നന്നായി അവിടെ നിന്നു. അവിടെ ഇവിടെ വന്ന് മന്ത്രിച്ചു. നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തീരുമാനിക്കാനാണ് കേട്ടോ. ഇതിങ്ങനെ പറയും. ഇന്നേക്ക് 10-ാം ദിവസം ത്രൈലോക്യം മുഴുവൻ വിടുവരും അവരെ മുഴുവൻ സ്വീകരിക്കണം. ഭരണ വഴിയിൽ എനിക്ക് ആ ചിത്രമൊക്കെ വളരെ ഇഷ്ടമായി. അവിടെ നമുക്ക് വില്ലൊക്കെ പിടിച്ച ഒരാളെ കണ്ടോ അവിടെ നിങ്ങളുടെ ഗുരുത്വാനം അങ്ങനെ ഗുരുത്വാനം ഇല ഒല തല കേട്ടോ. സുന്ദരിമാരായിട്ടുള്ള കുട്ടികൾക്ക് ആരോഗ്യം പുറത്തുനിന്ന് കൊണ്ടുവേണ്ടി വരും. ചില കഴിഞ്ഞ താഴെ പോലൊക്കെ കണ്ടിട്ട് സുന്ദരി എന്ന് വിളിക്കാൻ പറ്റില്ല. ചിലതിനെ കണ്ടാൽ തന്നെ അതല്ല ഞാൻ വെറുതെ പറഞ്ഞാട്ടോ ദേഷ്യം അല്ലേ? എൻ്റെ ഉള്ളിലെ വിചാരം പറയട്ടെ പുറത്തേക്ക് അങ്ങോട്ട് കാണിച്ചു തരാം. ഞാൻ വെറുതെ പറഞ്ഞ നിങ്ങളൊക്കെ സുന്ദരിമാരാണ് എന്ന് തന്നെയല്ല. ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചേക്കുന്ന ആളാ. ഞാൻ പോവാത്ത സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ധാരാളം സുന്ദരിമാരെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ സുന്ദരിമാരെ ഒരുമിച്ച് കാണുന്ന സാധ്യത സന്തോഷമായില്ലോ. നിങ്ങൾക്ക് സന്തോഷമാവാൻ എന്ത് നുണ പറയാൻ ഞാൻ തയ്യാറാണ്. രണ്ട് ഇതിനൊക്കെ കണ്ട കാതിമാരെ കണ്ടാൽ പിടിയും സുന്ദരിമാരെ നേരത്തെ വരണം. തലമുടി കഴിച്ചിട്ട് നേരത്തെ വരണം പറഞ്ഞത് മുമ്പിലേക്കിടും പറഞ്ഞാൽ കേട്ടോ. ബാക്കിയുള്ള തൊണ്ട പൊട്ടി ചവിട് എല്ലാവരും മുമ്പിലേക്ക് ഉണ്ടാവും. ഭംഗി ഞാൻ കണ്ട് പേടിക്കണ്ടല്ലോ. സ്ത്രീകളെ പുറത്തേക്ക് എവിടെയെങ്കിലും വരാൻ പറഞ്ഞാൽ ഇത്തിരി വാത് കളിച്ചാൽ അത്താഴ പൂജയ്ക്ക് നല്ല തുറക്കണം. ഒന്ന് വരുമോ? ഒന്ന് പിടിച്ച് പോകാൻ നോക്കേ. നിങ്ങൾ ഇങ്ങോട്ട് വരുമോ? അവരുടെ പോകണം അങ്ങനെ ആലോചിക്കാൻ കൊണ്ടുപോകാൻ. അപ്പൊ അങ്ങനെയാവരുത്. നേരത്തെ വരണം. ഇവിടെ പറഞ്ഞിട്ട് കൊലവാഴയെ കൊടുത്തേക്ക് കൊലവാഴയ്ക്ക് ഇവിടെ തന്നെ കിട്ടിയാൽ മതി. ഇതിൽ തന്നെ ചർച്ചയോ വാഴക്കൊല ആരുടെയാണ് എനിക്ക് ചർച്ചയുണ്ട്. വാഴക്കൊല ആരുടെയാണ് ഇതൊന്നും അറിയാൻ പാടില്ലാത്തൊരു പഠിപ്പിക്കരുത് അല്ലേ? ഇത് ശരിക്കും വാഴക്കൊലയുടെ പ്രശ്നമല്ല, ചിന്തയുടെ പ്രശ്നമാണ്, ആലോചനയുടെ പ്രശ്നമാണ്. വാഴയെ വെട്ടിക്കൊണ്ട് ആലോചിച്ചാൽ മതി. ഇവിടുത്തെ വാഴയാണ് എവിടുത്തെ വഴിയൊന്നും അറിയണ്ടല്ലോ. കൊലവാഴ കൊലത്തേങ്ങ സുന്ദരിമാരായിട്ടുള്ള കുട്ടികളെ താലെടുക്കാൻ എങ്ങനെയാ പറയണേ? എല്ലാവരും ഉണ്ടാവണം. നേരത്തെ വരണോ? കേൾക്കണ്ടോ? നേരത്തെ ഉണ്ടാവണം. സകല ചുമതല ഗംഭീര മേളം. മേളത്തിന്റെ ചുമതല അങ്ങനെ ചെയ്യാം. അങ്ങനെ കാര്യത്തിൽ ലഭിച്ച ഭംഗിയായിട്ട് കണ്ടോടി നോക്കാൻ മതി. സുന്ദരനായിട്ടാണ് അങ്ങനെ നോക്കാം. സന്തോഷമായി മേളത്തിന്റെ ചുമതല. ഈ മേളക്കാർ സ്വതയമാണ്ട അല്ലേ? നാദസ്വരം തുടങ്ങും. കുടിക്കോളും 150 തുക്കിടിക്കുന്നു. ഓരോന്നും ബാക്കിയൊക്കെ കെട്ടണവരെ മാറ്റിയുടെ എഴുതില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. മേളം ഏതാവും ഗംഭീര ആറപ്പ് വിളിക്കാൻ പറ്റിയ ആൾക്കാരെ പല സ്ഥലങ്ങളിൽ ആർപ്പ് വിളിക്കുന്ന സ്ത്രീകളാണ്. പുരുഷന്മാരെ ആർപ്പ് വിളിക്കാൻ ഞാൻ പറഞ്ഞുതരാൻ വേണമെങ്കിൽ
ഈ ശ്വാസം കിട്ടാൻ സൂത്രമുണ്ട് എന്താണ് വെണ്ണ കഴിച്ചിട്ട് ശ്വാസം മുട്ടുള്ളത് വെച്ച് അപ്പം ചവിഞ്ഞി പിന്നെ ആറപ്പ് വിളിക്കുമ്പോൾ ശ്വാസം കിട്ടാൻ ഈ വിളിക്കണ ആൾക്കാർ ശ്വാസം ചവിഞ്ഞ് നമ്മൾ തുടങ്ങും ഗംഭീരമായ എല്ലാ സോദരി വ്യവസ്ഥയിലും സദ്യക്ക് വിളമ്പാൻ സുന്ദരി സ്ത്രീകൾ വേണ്ട അതാണ് നല്ലത് ഇവരൊക്കെ വിളമ്പാൻ പുറപ്പെട്ടാണല്ലോ ഊണയിക്കാനാ ആ ആ ഓ വേണ്ട ദുരിതം അതോ കൂടിയാവാം ദേഷ്യം കൂടിയാണ് വീണിട്ട് വേണ്ട കളയാ കട്ടലിൽ വീഴില്ല ഞാൻ സ്ത്രീകളെ അങ്ങനെ കുറ്റം പറയില്ല കാരണം ചിലത് ഉരുക്കി വിട്ടാൽ നമ്മളത് പുറത്തേക്ക് ഇറങ്ങണം അല്ലേ ഈ വേഷന്മാരെ തന്നെ പെട്ടെന്ന് കഴിയും അതാണ് സ്ത്രീ പുരുഷന്മാരുടെ വിളമ്പലോ ഇതിന് കേമ അവര് സദ്യക്ക് വിളമ്പാൻ ചെന്നാൽ ഉണ്ണാനിരുന്നാല് പേടിപ്പിക്കല വിളമ്പാൻ വന്നാൽ ആരുടെ അവിടെ കാളം ചോദിച്ചാളോ ആർക്കട കാളൻ ചിലരെങ്ങനെയല്ല അവരെ കണ്ടാൽ തന്നെ കഴിക്കാറുണ്ട് കയർത്ത് കുളിച്ച് കയറി പോകുകയും ചെയ്യും എന്താ വേണ്ടേ എന്താ പോയാൽ മതി ഗംഭീരമാണ് അത് വിളമ്പേ ഊട് കഴിക്കാനും അറിയണവരാണ് വിളമ്പാൻ എന്തൊരു സ്വാദ് പറഞ്ഞാൽ തന്നെ വിളമ്പി കൊടുക്കാൻ ഈ പുരുഷന്മാരുടെ കുഴപ്പമെന്ന് വെച്ചാൽ ഒരാൾക്ക് പുരുഷന്മാർ കുറവായിട്ട് പറഞ്ഞാൽ ഞാൻ പറയാൻ പോയി പുരുഷന്മാരുടെ എത്ര നല്ല സാധനം ഉണ്ടാക്കി കൊണ്ട് ഒക്കെ കഴിച്ചോളൂ നന്നായി പറയുകയും പറയാറുണ്ടോ നുണ പറയരുത് പറയാറുണ്ട് ഏമൻ ഇത്ര നന്നായിട്ടിരിക്കണത് സാധാരണ പുരുഷന്മാർ പറയും പാവ സ്ത്രീകൾ എത്ര കഷ്ടപ്പെടുന്നൊരു ഇടയ്ക്കിടെ കിടന്നു പിന്നെ പറയണ്ട ഭാര്യയ്ക്ക് എന്താ ജോലി ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല ഗൃഹസ്ഥ ഒറ്റ ചവിട്ടാണ് വെളുപ്പാണ്ട് പോലും നട്ട പാചകങ്ങളില്ല ഗൃഹസ്ഥ ജോലിയൊന്നുമില്ല എന്നിട്ട് ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചോദിക്കും എങ്ങനെയുണ്ട് നിന്ന് കാലനെങ്ങനെയുണ്ട് എൻ്റെ അച്ഛനെ ഓർമ്മ വരിക ആ അതെന്താ ഒരക്ഷരത്തിൻ്റെ വ്യത്യാസത്തെ ഉള്ളൂ കാലൻ കാലൻ എൻ്റെ അച്ഛൻ കാലൻ കാലൻ അവനല്ലേ നിന്നെ എൻ്റെ നിലവിട്ട് കെട്ടിവെച്ചത് ഓലനോ ആ ആന ഒന്ന് കൊണ്ടിരോ ആനയോ ഇപ്പൊ കൂടെ പച്ചവെള്ളം നല്ല തണുപ്പുണ്ട് കുടിക്കാൻ നന്നായി ചിലപ്പോ നന്നായി എന്ന് പറഞ്ഞാൽ ഉദ്ധവും എപ്പോഴും ഇവിടെ ചീത്ത പറയല ഇത് നന്നായി എന്ന് പറഞ്ഞേക്കാൻ നേരത്തെ എന്ത് പറ്റി ഇന്നത്തെ നിന്റെ ഓരൻ അസല അത്ര സ്വാദുള്ള ഓരൻ കൂട്ടിയിട്ടേ ഓരൻ നന്നായി ഞാൻ കാണാനാ വെച്ചത് ചിലപ്പോ നന്നായി എന്ന് പറയാൻ ഉണ്ടാവാം അവിടെ അങ്ങനെയല്ല ഒരു ഉണ്ണായിരിക്കണ സ്ഥലം എവിടെയെങ്കിലും അതൊരു കിട്ടണ വാഴയുടെ ഇല വാഴയുടെ ഏറ്റവും മുകളിലത്തെ ഇല ഉണ്ണാനെടുക്കാൻ പാടില്ല ആ ഇലയെടുക്കാൻ ഇഞ്ചി തൈ വിളപ്പില്ല കാരണം എന്താ ആ ഇലയുടെ തുമ്പത്താണ് കാക്കക്കാഷ്ടം ഉണ്ടാവുന്നത് കാക്കക്കാഷ്ടം ഇഞ്ചി തൈയും ശ്രദ്ധിച്ചു നോക്കി ഒരുമിച്ച് ഇലയിൽ ഇഞ്ചി തൈ എവിടെ വിളമ്പണ്ടേ നമുക്കറിയില്ലെങ്കിലും നന്നായി ഇഞ്ചി തൈര് അവിടെ വിളമ്പിണ്ടല്ലോ മറ്റേ സാധന ഇനി പറയണല്ലോ അവിടെ നിർത്തില്ല അതുപോലെ ഉണ്ടായിരിക്കുന്ന സ്ഥലം എവിടെയെങ്കിലും പോയി ഉണ്ടായിരിക്കരുത് അറ്റത്തോ മൂലക്കിളവ് ഉണ്ടായിരുന്നു മൂലക്ക് എഴുതാൻ ചില ഭവനങ്ങളിൽ സ്ത്രീകൾ കൂട്ടാൻ പറ്റുന്നു നമുക്ക് പരിചയപ്പെട്ട കുട്ടിയൊക്കെ എന്തെങ്കിലും കുശലം പറയാൻ പറ്റും അതെ എടുത്ത് നോക്കൂ ആ എന്നെ കൂട്ടുകാരനാ പറഞ്ഞാൽ കേട്ടതാ നോക്കിയിട്ടില്ലെങ്കിൽ പൊട്ടക്കിഴങ്ങ് ഞാൻ എന്താ ചെയ്യാനൊക്കെ അതേ നമ്മൾ നോക്കൂ പഴയ അതാണ് ഞാൻ പറഞ്ഞ വിജയങ്ങളാ ഞാൻ വിളിക്കുമ്പോൾ തെന്നിനെ കാണിച്ചു തരാന്നാണ് എല്ലാവരും തന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അടുക്കള പണിയൊക്കെ കഴിഞ്ഞാ കൂട്ടാൻ വെച്ചാ തിരിച്ചു വരുമ്പോൾ അവിടെ നിൽക്കണോ വെച്ചോ
എന്താ വെച്ചേ? ഇതുപോലെയാവും മൂലക്കെ ഇരുന്നാൽ. ഒരാൾ അവിടെ നിന്ന് വിളമ്പി വരും, ഇവിടുന്ന് വേറെ ആളും. അവൻ വിചാരിക്കും ഇവൻ വിളമ്പണം, ഇവൻ വിചാരിക്കും അവൻ വിളമ്പും. മൂലക്കാണ് രണ്ടുപേരും വിളമ്പി. അറ്റത്ത് വീഴുന്നാൽ ഒന്നും കിട്ടില്ല. ചോറ് ചോറ് നമ്മുടെ അടുത്ത് നിന്ന് ചോറ് കേട്ടോ, ഇതൊക്കെ ഉപയോഗിക്കാം ജീവിതത്തിൽ. അതായി പറയണേ, നമ്മുടെ അടുത്ത് നമ്മൾ ചോറ് തരും. അടുത്തിരിക്കണ ഓരോന്ന് കാളെന്നൊക്കെ കൂട്ടി എന്തൊരു സ്വാദം! രണ്ടിന് കഴിച്ചാൽ പറയാൻ ഭക്ഷണമൊന്നുമില്ല. പിന്നെ ചോറ് ചോറ് അപ്പോഴും കിട്ടില്ല. അവസാനം ഒരു ചട്ടികൻ ചോറ് നമ്മുടെ ഇലയിൽ വീണ് അത് കുഴച്ച് വരുമ്പോഴേക്കും അടുത്തിരിക്കുന്നവർ ഇല പഠിപ്പിച്ച് വീഴും. ആദ്യത്തെ ഉള്ളേ ഞാനും എണീക്കുക. അതിവിടെ തന്നെ ഇരുന്നുണ്ട്. അങ്ങയുടെ പിതാമഹന്റെ പെണ്ണം എന്താ പറഞ്ഞത്? അറ്റത്തിരിക്കരുത്, മൂലക്കെ ഇരിക്കരുത്. എവിടെയാ ഇരിക്കണ്ടേ? നല്ലോണം ഊണിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അവിടെ ഇരിക്കുക. അപ്പൊ എന്താ വേണം? ഏത് കൂട്ടാൻ കിടത്തിയാലും അതൊക്കെ അവന് വേണ്ടി വരും. അതെന്താ? ഒക്കെ അവന് വേണം. അവന്റെ അടുത്താണ് നമ്മളിരിക്കുന്നത്. കുറച്ചുകൂടെ വിളിക്കാം. ഉച്ചക്കൊക്കെ കൊന്നു വിളമ്പിക്കും. അവൻ്റെ അടുത്തല്ലേ നമ്മളിരിക്കണേ. ഇത്തിരി ഇവിടെ ഇവിടെ ഒക്കെ കിട്ടുന്നു. ഇവിടെ ഉണ്ണാൻ അറിയണം, ഉണ്ണേണ്ട സ്ഥലം, വിളമ്പേണ്ട സമയം ഒക്കെ ഉണ്ട്. ചോറിൻ്റെ തൊട്ട് പറയും. ചോറുണ്ണാൻ സദ്യക്കൊക്കെ ചില സ്ഥലത്ത് ചോറ് വിളമ്പേണ്ട തൊട്ട് പറയും മോരുമുണ്ട്. മോര് മോര് ഏറ്റവും അവസാനം വിളമ്പേണ്ട സാധനമാണ്. അങ്ങനെ വലിയൊരു ഒറ്റ ചോറിന് അവനോട് കൊന്നിട്ട് അവൻ്റെ അടിയന്തരത്തിന് ആദ്യം മോര് വിളമ്പാൻ പോയത്. ഗംഭീരമാണ് നമ്മള്. ഇതൊക്കെ മുഴുവൻ അവരെ സൽക്കരിക്കണം. എങ്ങനെയാ പറയണേ? നല്ല നല്ല ആനകളെ കൈ നൽകണം. അവിടെ ആനയുടെ ചിത്രമൊന്നും കാണാനില്ല. എവിടെ ഇല്ലയോ? എവിടെ ചെന്നാലും കാണാം ആനകളെ. അവിടെ ആരാ പ്രതിഷ്ഠ? അവൻ വരണു കിടമ്പേറ്റാൻ. ആരുടെ കിടമ്പ? ആവോ ഗംഭീരമാണ്. ചില ആൾക്കാർക്ക് ആനയെ കണ്ടാൽ തന്നെ പേര് പറയും. നിനക്കറിയാം? എന്നറിയാം, അറിയാമല്ലേ? ചിലർക്ക് ആനയെ കണ്ടാൽ സൂത്രം വരും. ആന കണ്ടാൽ പേര് അതിൻ്റെ മസ്തകത്തിലേക്ക് വന്നു. ഏറ്റവും കൂടുതൽ പാണ്ടിന്റെ ഭാഗം ഒന്ന് മസ്തകവും തുമ്പിക്കൈൻ്റെ അറ്റവും കഴിക്കും അല്ലേ? ആ കഴുത്തിലെ പാണ്ടിലേക്ക് നോക്കിയാൽ അവിടെ ഒരു ചെങ്ങലയിലെ പേര് കിട്ടുന്നത്. അത് നോക്കി പറഞ്ഞാൽ ഞാൻ പറ്റിയതേ അവർ തെറ്റിയിട്ടില്ല. ഇങ്ങനെ ആനക്കമ്പക്കാർ മേളം എല്ലാം നിശ്ചയിച്ചു. പൈസ നേരെ കൈലാസത്തിലേക്ക് വരുമ്പോ ഇന്നൊന്നുമല്ല, ഇനി 5-8 ദിവസമുണ്ട്. ഇന്ന് പോകണ്ട. അവിടെ ഇരുന്നാ മതി. അവിടെ ചെന്നു. ദിവസങ്ങളെ കടന്നു. 10-ാം ദിവസം 9-ാം ദിവസത്തോട്ട് വന്നപ്പോ ഭഗവാൻ പറഞ്ഞു, ഇപ്പൊ നാളെ ഇങ്ങോട്ട് വരില്ല. നാളെ ഞങ്ങൾ അങ്ങോട്ട് വരില്ല അല്ലേ? ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണ്? ഇങ്ങോട്ട് നോക്കാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണ്ടാണല്ലോ. പൈസയോടെ ഇവിടെ വന്നു. എല്ലാം തയ്യാറായി. ഒരു ഭാഗത്ത് ഭയമായിട്ട് പായസം വെക്കണം, ഒരു ഭാഗത്ത് കഷ്ണം നിർക്കണോ, ഒരു ഭാഗത്ത് മേളക്കാർ നിരനിരയെ നിൽക്കാൻ തുടങ്ങിയേക്കണോ, ഒരു ഭാഗത്ത് ആനകൾ 10,000 ആനകളൊക്കെ നിൽക്കണത്. അതിൻ്റെ ആൾക്കാരെങ്ങനെ വരണോ? ഗംഭീരാണ്. അല്ല ഭയമായിട്ടാ. മേളക്കാരെല്ലാവരും വന്നു. 10-ാം ദിവസം ഗണപതി കാലത്ത് നേരത്തെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ്. നീ കണ്ടിട്ടുണ്ടോ ബ്രാഹ്മ? നുണ പറയുന്നത് കണ്ടല്ലേ? എപ്പോഴാ 5 മണിയാ? 3:30 മണി. 2 കൈ കാക്കൂട്ടി തിരിയും. 6 മണിയാണ്. ബാക്കി 10 മണി കാണാൻ പറ്റില്ല. മുത്തശ്ശിമാരുടെ മതിക്കൊക്കെ നോക്കാം. എന്താ ഐശ്വര്യം? ബ്രാഹ്മണ മുഹൂർത്തത്തിൽ എഴുന്നേക്കും. എന്നിട്ട് നോക്കാം ഇവിടെ ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് നോക്ക. മുത്തശ്ശിമാരുടെ മതിക്ക് നോക്കാം. എന്താ ഐശ്വര്യം? ബ്രാഹ്മണ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളിക്കും. ഉണ്ടോ? 2 കൈ കാക്കൂട്ടി തിരിയും. ഞാൻ ഉറങ്ങാൻ കാണാൻ പറ്റില്ല ഇല്ലേ? 3 മണിക്കൊക്കെ എണീക്കാറില്ലേ? കാരണം എന്താ? രാത്രി ഉറക്കമില്ല. എന്നെ കൊട്ടൊക്കെ കൊടുക്കുക. 12:30 3 മണിക്ക് വെക്കാം. പേടിയൊന്നുമില്ല. 12:30 എട്ട് കുളിക്കാൻ പോകും. കാരണം എന്താ? നല്ല ചെവി കേൾക്കില്ല. പിന്നെ ആരും പേടിക്കുന്നത്? വഴിയിൽ വല്ല രക്ഷയൊക്കെ വന്നാ രക്ഷപ്പെടുക. കുളത്തിൻ്റെ 101 മുങ്ങും. നാരായണ ഗോവിന്ദ വാസുദേവ. അത് പതിവില്ല. 101 നാരായണ
ഈ പിറ്റേന്ന് കാലത്ത് കുട്ടികളൊക്കെ കണ്ടുവരും. അപ്പൊ ബ്രാഹ്മമുഹൂർത്തത്തില് ഗണപതി എണീറ്റ് കുളിച്ച് ഏമായിട്ട് ഗോപിക്കുടിയൊക്കെ തൊട്ട് അച്ഛനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അച്ഛൻ ദേവാലപ്പരയില് ഈ ഇത്രയും പൊക്കം ചെത്തിപ്പൂകൊണ്ട് മൂടിക്കുക. അതിനൊരു പൂ കിട്ടും. അതിനെ 1 മണിക്കൂർ കണ്ടു. അതിന് അടുത്ത പൂ ഇന്നത്തെ ഈ പൂ ഉണ്ണാൻ പോകാൻ തുടങ്ങി. അപ്പോഴാണ് ഓർമ്മ വന്നത്, പലപ്പോഴും അമ്മ പറയാറുണ്ട്, നിനക്ക് ഇത്രയും പ്രായമായില്ലേ ഉണ്ണി, അമ്മയെ ഒന്ന് അച്ഛനെ ഒന്ന് സഹായിക്കണ്ടായിരിക്കും. അമ്മയെ സഹായിക്കണ്ടാവും. ഇതെന്നെ സഹായിക്കാൻ അച്ഛൻ ഒരു പൂ കൊടുത്തപ്പോൾ ഗണപതി മുഴുവൻ പൂ. അച്ഛൻ ആ പൂവ് ഇട്ടു. ഗണപതി മഹാദേവൻ അടുത്ത പൂ കൊടുക്കാൻ ഇവിടെ വെച്ചിരുന്ന പൂവൊക്കെ എവിടെ ഉണ്ണി? അച്ഛൻ ഭാര്യ കഷ്ടപ്പെട്ടിട്ടപ്പോ ഞാൻ എല്ലാം കൂടി ഭാര്യയാക്കിട്ടു. അച്ഛാ പോവാ. നമ്മള് പോയാൽ മതിയോ? അമ്മയെ കൊണ്ടുപോണ്ടേ? നമ്മോട് പറയൂ. ഞാനല്ല, നീ പറഞ്ഞാൽ മതി. അവിടെ ചെന്നപ്പോ വാതിലൊക്കെ അടച്ചതിന് കേമായിട്ട് കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുപോകണില്ലേ? ഇന്നൊരു ജനം വരെ ഇന്ന് പോണെങ്കിൽ ഇന്ന് പറഞ്ഞാൽ പോവാൻ പറ്റും. ഇന്നലെ പറയട്ടെ. ഇന്ന് പറഞ്ഞാൽ പോലെ ഇന്ന് പോരാ. ഇന്നലെ പറഞ്ഞാൽ എന്റെ പിരികൊക്കെ ശരിയാക്കാൻ പറ്റും. എവിടേക്ക് പോകണി ബാബിന്റെ പോലെയൊക്കെ കണ്ടുപിടിക്കണം. എന്തൊക്കെ പണിയിട്ട് തരാൻ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റും. പിരിവുണ്ടാക്കണം, കണ്ണിന് മുകളിൽ എഴുതണം, കണ്ണിൻ്റെ അടിയിൽ എഴുതണം, മൂക്ക് കുത്തി അവിടെ ഇടണം, അതിൻ്റെ മുകളിൽ ഇടണം, കാലിൽ കണ്ടോ ഓരോ കിട്ടാൻ പോവാ. അവളിപ്പോഴാ വന്നത് അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് കണ്ടാ വീഡിയോ അപ്പോഴാ ഉണ്ണിയുടെ അമ്മേ അമ്മ എന്താ കാട്ടണേ? കണ്ടൂടെ കണ്ണെഴുതുന്നത് സഹായിക്കണോ? ഉപദ്രവിക്കാൻ സഹായിച്ചാൽ കേട്ടോ. ആ തുമ്പിക്കൈ കൊണ്ട് കണ്ണെഴുതിയാൽ 2 കൊല്ലത്തേക്ക് പുറത്തേക്ക് പോകണ്ട. അപ്പോഴത്തേക്കും തുമ്പിക്കൈ പിടിച്ചു അമ്മയും പുറപ്പെട്ടു. അച്ഛനും ആ സുബ്രഹ്മണ്യനും ശാസ്താവും ഭൂതഗണങ്ങളും എല്ലാവരും പുറപ്പെട്ടു. ആരാവിടെ? ശംഖു വിളിക്കോ? നന്ദികേശ്വര ശംഖാണ് വിളിച്ചു. ശംഖു വിളിച്ചപ്പോ അത് അളകാപുരിയിൽ കേട്ടു. മഹാദേവനോട് പുറപ്പെട്ടു. മേളം തുടങ്ങാം. ഞങ്ങളുടെ കൊടിക്കുന്ന കഥകളൂറ അവിടെ കടന്നൊരു മരുന്നോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കിട്ടും മേളങ്ങിക്കാവുന്ന ധ്യാനപ്പെട്ട് മറന്നു. മേളം പോലെ ഇത്രയും ആസ്വാദ്യകരമായിട്ടൊരു വിഷയമില്ല. മേളക്കാര് വർത്തമാനം പറയുന്നത് മേളത്തിനിടയിൽ കൂടെയാണ്. ഈ നടയടച്ചാൽ ഇടയ്ക്കൊന്നാണ് ഉത്സവകാലത്ത് നടയടച്ചാൽ തുറക്കാൻ വലിയ താമസം. ശരിയല്ലേ? സാധാരണ ദിവസം അടക്കലും തുറക്കലൊക്കെ പറ്റും. ഉത്സവകാലത്ത് സാധാരണ അമ്പലത്തിൽ വരാത്തവർക്ക് കൊണ്ട് നോക്കും. ശാന്തിക്കാരൻ നടയടച്ചാൽ ആ താക്കോലിൻ്റെ ഓട്ടയെ കൂടെ പതുക്കെ പുറത്തേക്കുന്നു. അപ്പോഴാണ് ഇന്ന് ഞാൻ പറയാം. അപ്പോഴാണ് ഇടയ്ക്കാരുടെ പ്രയോഗം. തുറക്കടാ വേഗം, തുറക്കടാ വേഗം, തുറക്കടാ 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 ഇക്കട്ട് പോകണോ ഇക്കട്ട് പോകണോ ഇക്കട്ട് പോകണം. മേളക്കാരെല്ലാവരും കൂടിയാൽ തലേ ദിവസം മേളം കൊട്ടിയെന്ന് കൊടുത്തുണ്ടാവില്ല. അതൊക്കെ അവിടെ ചോദിക്കാം. തരാം 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 മേളം എങ്ങനാ കൊടകണ ചെല്ലുമ്പോ 2 ആൾക്കാര് വീണയായിട്ട് എടുക്കാൻ വരുമ്പോ വീണ വയ്ക്കും. വീണ എവിടെയാണ്? വീണയുടെ കാര്യം ഏകദേശം തീരുമാനമായി. ഒരു വീണയുടെ കാര്യം ഏകദേശമായി. മറ്റേ വീണ കൊണ്ട് വലിയ ഗുണം പണ്ടേ ഇല്ല. വീണ വേണ്ടാന്ന് ആൾക്കാര് പുഷ്പവൃഷ്ടി കൊണ്ട് സ്വീകരിക്കോ? ആൾക്കാർക്ക് പൂക്കളായിട്ടാണ് നിൽക്കണം. താമരപ്പൂ കൊണ്ടാണ് നിൽക്കണം. ഓർത്ത് കയ്യിൽ താമരപ്പൂ പിടിച്ചേക്കണേണ്ടാൽ കൈ ഏതാ താമര ഏതാന്ന് തിരിച്ചറിയേണ്ട ഇല്ലേ? ഇതൊക്കെ താമരയായോ സംശയമുണ്ട്. ചിലർക്ക് താമരപ്പൂ കൊണ്ടുവരുന്ന താമരയില്ല. അത് കയ്യിലിരിക്കോ? അങ്ങനെ നിലനിൽക്കും. ആദ്യം വന്നപ്പോൾ തന്നെ ഈരാളിപ്പട്ടൊക്കെ പിടിച്ചു. ഇവിടെ പാദം പതിയാൻ ആര് വെച്ചു? അതിനെ സ്വീകരിച്ച് പൂജ ചെയ്യാൻ കൊണ്ടുവന്നു. ഇവിടെ വരും പറഞ്ഞാക്കൊക്കെ കാളിയോടെ പറഞ്ഞിട്ട് വരാൻ. ഇങ്ങോട്ട് വന്നിട്ട് പൊക്കോളൂ.
ഇങ്ങോട്ട് വരും. ഓടി വരൂ, ഓടി വരൂ. കാളിനെ പോണോ? എന്നാ പൊക്കോ 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 അവൾ പോണേണ്ട കുതിരക്കുട്ടി പോകാൻ കാളി പൊക്കോളൂ, പൊക്കോളൂ. ഇവിടെ തന്നെ ഇരിക്കുക. അവിടെ അവിടെ ഇരുത്തി കുഴിച്ചിട്ടു അല്ലേ? ഞാൻ ഇടയിൽ കൂടെ ഇരുന്ന് പോയി. ഞാൻ കണ്ടു, കാണായല്ല. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഓടിയിട്ട് കാര്യമില്ല. അങ്ങോട്ട് നോക്കിയാലും ഇവിടെ കാണാം അല്ലേ? അതോ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉണ്ണിക്കണവരെ വിളിച്ചോ, ഉണ്ണി ഇങ്ങോട്ട് വരും. ആ വൈകിട്ട് ഒന്ന് തലൂടി അടിയാണ് ജോലി ഗണപതിക്ക് അനുസരിച്ച് വൈഷ്ണവൻ അവിടെ ദഹനകരം എന്തായാലും ദഹനമൊക്കെ എല്ലാം തയ്യാറായി. ഉണ്ണികൾക്ക് വേണമെങ്കിൽ നല്ല ചൂടാണ്. ഉണ്ണികൾക്ക് വേണമെങ്കിൽ ഒരു പ്രാതൽ കൊടുക്കാം, സദ്യയാവും. 2 പത്തി കഴിയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കും അല്ലേ? വെള്ളം കുടിക്കാൻ പറ്റില്ല, പ്രാതൽ കൊടുക്കാനാണ്. വിളിച്ചു നിലവിളൊക്കെ വിളിച്ചു വെച്ചു. 3 പേരോട് കിട്ടി വേഗം. മൂന്ന് പേരെ വിളിച്ചിരുത്തി ഇല ഇട്ടു. സാധനങ്ങൾ കൊണ്ട് എന്തൊക്കെയാ വിഭവങ്ങളെന്നറിയോ? പപ്പടം, ഉപ്പേരി, ഉപ്പിലിട്ടത്, കാളൻ, ഓലൻ, എരിശ്ശേരി, അച്ചടി, പച്ചടി, കിച്ചടി, കിടികിട്ടി, പാൽപ്പായസം, അഞ്ചാര പായസം, പഴപ്രഥമൻ, അടപ്രഥമൻ, ചക്കപ്രഥമൻ, കടുംപായസം, ശർക്കരപ്പായസം, പാൽപ്പായസം, പെൺപായസം. എൻ്റെ വായന എന്തിനല്ല അവൻ്റെ കാര്യമില്ല, മറ്റവൻ്റെ കാര്യമാണ്. ഇവൻ നേതൃത്വത്തിലിരിക്കണ്ട. അതുപോലെ പപ്പടം എന്ന് പറഞ്ഞാൽ ചെറിയപ്പടം, വലിയപ്പടം, ഇടത്തരം പപ്പടം. ഉപ്പേരി എന്ന് പറഞ്ഞാൽ ചക്ക വറുത്ത്, ചേന വറുത്ത്, കായ വറുത്ത്, മാങ്ങ വറുത്ത് തന്നെയാണ്. ഉപ്പേരി എന്ന് പറഞ്ഞാൽ മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, മാങ്ങ, കണ്ണിമാങ്ങ, കടുമാങ്ങ, ഉപ്പുമാങ്ങ, ഉരുവമാങ്ങ. ഗംഭീരമില്ല. വലിയ കൊട്ട ചോറെടുത്ത് വലിയ കൊട്ട ചോറ് നില പിടിച്ചോണ്ടാ. ഞാൻ ചോറിനടിയിലാണ് വരുന്നത്. ഇവിടെ വരാനുള്ള പേടി കൊണ്ട് ചിലതൊക്കെ മാറിപ്പോകുന്നുണ്ട്. കണ്ടു വില പിടിച്ചോ ഒട്ടടി ചോറ് ഒരു കുലക്കില ചോറ് മതി. 3 പേർക്ക് വിളമ്പി. ഗണപതി കയ്യിൽ വെള്ളമെടുത്ത് 2 പേരും കയ്യിൽ വെള്ളമെടുത്ത് കണ്ണടച്ചിരിക്കുക. ഗണപതി മന്ത്രം ചെല്ലൊക്കെ പെട്ടെന്ന് കഴിയും. മന്ത്രം നല്ല നിൽക്കാൻ ഒരു മന്ത്രം ഇല്ലേ? എന്താണ്? ഹേ പ്രഭു, ഹേ ഹരിരാം കൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദി. ആ മന്ത്രമല്ല, വേറെ മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രം കൈമായിട്ട് ചൊല്ലി കയ്യിൽ വെള്ളമെടുത്ത് ഒരു വളയം കുടിച്ചു. 3 കൊണ്ട് വിളമ്പിയത് മുഴുവൻ ഗണപതി. അപ്പൊ അടുത്ത രീതിയിൽ അവൻ കണ്ണടച്ചിരിക്കുകയാണ്. അത് സുബ്രഹ്മണ്യൻ്റെ എല്ലാം അടുത്ത കൊട്ട കൊട്ടി വിളമ്പി. അടുത്ത 5 പ്രാവശ്യം മിണ്ടരുത്. 5 പ്രാവശ്യം കഴിച്ചു. അത് കഴിച്ചോ ഒറ്റ നിലവിളിയാ. വലിയ മാമ്പഴ പുളിശ്ശേരി കൊണ്ടൊരാണ് വലിയ ഉണ്ടാവുന്നു. 2 മഞ്ഞണ്ടി ഉള്ളു. നല്ലതാ, നല്ലതാ. കൊണ്ടു ഒരു ഒഴിക്കില്ല. ഒഴിക്കാനായിട്ട് ശരിക്ക് ആ അണ്ടാവിൻ്റെ കയ്യിൽ അങ്ങനെ തന്നെ ഗ്രൗണ്ടിൽ 10-100 മാമ്പഴം ഒക്കെ തരും. ഇത്രയും വലുത് ഞാൻ കണ്ടില്ല. പതുക്കെ 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 ഒഴുകി പണി നോക്കുന്നത്. കയ്യിൽ വെച്ച് എല്ലാം കൂടി വീണപ്പോ സങ്കടമായി. അയ്യോ വിഷമിക്കണ്ട, താൻ തന്നെ വിളമ്പിയോ, എനിക്കിഷ്ടമായി കേട്ടോ. താൻ തന്നെ വിളമ്പിക്കൊടുത്തു. പണ്ടേതൊക്കെ വിളമ്പി പേര് പേര് പേര്. അവസാനം ഗണപതി രോഗി കടാ വൈശ്രവണ കള്ള എന്നെ വിളിച്ചു കൂട്ടിക്കൊണ്ടിട്ട് പട്ടിക്കിടാന്റെ ചോറ് ചോറ്. വേഗം വേഗം വിളമ്പലുകാരെ ഭക്ഷ്യവകുപ്പ് ഒന്ന് നിരത്തുന്നുണ്ട്. ഞാൻ ഒരു കൊട്ട ചോറ് ഒറ്റ ചട്ടി കൊണ്ട് ഇവിടുന്ന് ഓല പോകണം, എരിശ്ശേരി പോകണം, പുളിശ്ശേരി പോകണം, പപ്പടം പോകണം. ഇങ്ങനെ 14 നേരം കേട്ടില്ലേ? തുടങ്ങിക്കോളൂ. അവിടെ വൈശ്രവണ കരച്ചില്ല, അവിടെ ഗണപതി കരച്ചില്ല. എടാ വൈശ്രവണ കള്ള എന്നെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നിട്ട് പട്ടിണിക്കിടാന്റെ ചോറേ ഇവിടേക്ക് വിളമ്പി. എടാ വൈശ്രവണ കള്ള എന്നെ വിളിച്ചു കൂട്ടിക്കൊണ്ടിട്ട് പട്ടിണിക്ക് എന്ന് വിളിച്ചു തുടങ്ങിട്ടോ.
ഒന്നുമില്ല ഇവിടെ. എല്ലാത്തിനും ഒന്നാമതായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കട്ടണ കാര്യത്തിൽ മാത്രമേ ഒന്നാമതുള്ളൂ. വേഗം കൊണ്ട് ഒരക്ഷരം മാറിയാണല്ലോ. പോയതാ ഞാൻ പേടിച്ചു വരുത്തി. അവിടെയോ എവിടെ നമ്മളെ അടുത്ത് 16 നേരം നിന്ന് വിളമ്പുക ഇങ്ങനെ ഒരു പോവുക. ആ ആ ആ ആ അവിടെ ഉണ്ടാക്കിയത് മുഴുവൻ ത്രൈലോക്യം മുഴുവൻ വന്നാൽ കൊടുക്കാണ്ടാക്കിയതാ. ഗണപതിയുടെ പ്രാർത്ഥന തിരഞ്ഞു. അതോടെ വിളമ്പലുകാർ പാത്രം കൊട്ടയൊക്കെ പോയിട്ട് ഓടി. ഗണപതി എഴുന്നേറ്റ് ആ തിരികെ എണ്ണ കമത്തി അറിയില്ല. നിരന്നിരിക്കാൻ കൊട്ട അച്ഛത്തെ കൊട്ടയുടെ മുമ്പ് കൈ വെച്ചു. അവിടെ തന്നെ എണീറ്റ് വലിയ അണ്ടാവുകള്, പാത്രങ്ങള്, പായസത്തിന്റെ വാർപ്പ്, ചട്ടികങ്ങള് അവിടെ കണ്ടതൊക്കെ ഒന്നിനു പരിശ്രമം മുമ്പിൽ ഓടുക. അയ്യോ ഓടുക. നിക്കടാ ഭക്ഷണം അവിടെ ഓടി ചെല്ലുമ്പോ അവിടെ നിൽക്കേണ്ട മഹാദേവൻ ഒക്കമോട് നമസ്തേ സകലാധ്യക്ഷ നമസ്തേ ഋഷഭധ്വജ നമസ്തേ പാർവതീകാന്ത നമസ്തേ ഭക്തവത്സല. മഹാദേവ അവിടുത്തെ ഉണ്ണി ഇപ്പൊ അടിയനെ വിഴുങ്ങും. അടിയനെ ത്രൈലോക്യം മുഴുവൻ വന്ന് കൊടുക്കാണ്ടാക്കിയിട്ടില്ല. കുറവട്ടില്ല വരും കുറച്ച് ഭസ്മം. അതാണ് കഴിച്ചോ കഴിക്കല്ല. അച്ഛാ വിഷ്ണു മാറി ഈ ചാരം ഒരു പിടി ഇറങ്ങിയ നേരത്തെ അവിടെ കുറച്ച് ചാരം തട്ടിട്ട് 9 വർഷം ത്രൈലോക്യം മുഴുവൻ വന്നിട്ട് ഒന്നും കൊടുക്കാതെ ഒക്കെ വിഷമിക്കണ്ട. ഞാൻ കരുതിയതാണ് ആ ത്രൈലോക്യം മുഴുവൻ അവിടെ അന്ന് സത്യ മഹാദേവന്റെ അനുഗ്രഹത്തിൽ നിന്ന് പരിശ്രമം. ഇത്ര ഭയങ്കരനാണോ ഉണ്ണി? ഭയങ്കരനാണോ? ലോകത്ത് ആരാധിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ആളുണ്ടെങ്കിൽ അത് ഈ ഗണപതി. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകൻ. പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവനെ നോക്കാൻ പറഞ്ഞപ്പോ തന്റെ മുമ്പിൽ ഓടിക്കളിച്ച ഉന്നഗണപതി അല്ല അവിടെ ത്രൈലോക്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാനുഭാവനായിട്ട് ഉണ്ണി. ഈ ഉണ്ണിയെ മഹാഗണപതി എന്ന് ഞങ്ങൾ വിളിക്കും. കുസൃതി കാട്ടിക്കൊണ്ട് എൻ്റെ കൂടെ നടക്കുമ്പോൾ ഇവൻ ഉണ്ണി ഗണപതിയാണ്. ആ ഭക്തന്മാർക്ക് വേണ്ടതൊക്കെ കൊടുക്കുമ്പോൾ ഇവൻ സിദ്ധി ഗണപതി, ഐശ്വര്യ ഗണപതി, ഏകദന്തൻ, സർവവിഘ്നഹരൻ. ഈ ഉണ്ണി ഉപാസിച്ചില്ലെങ്കിലോ വേറെ ആരും ഉപാസിച്ചില്ല. അവനെ ഉപാസിച്ചാൽ അവനൊരു കഷ്ണം കരിമ്പ് കൊടുത്താൽ, ഒരു ശർക്കരയുടെ ഉണ്ട കൊടുത്താൽ, ഒരു തേങ്ങാപ്പൂട് കൊടുത്താൽ സന്തോഷമായി. 3 ഏത്തേറ്റാൽ മതി. ഗണപതി നമസ്കരിച്ചു. അങ്ങനെ യാതൊരു ഗണേശൻ വിചാരിച്ചിട്ടാണോ ഈ ഉണ്ണിഗണപതിക്ക് ഒരു നേരത്തെ പ്രാതല് പോലും
പറ്റാണ്ട് പോയത്. അങ്ങനെയുള്ള ആ ഗണപതി അപരിച്ഛേദ്യ രൂപം തം ഗണേ. കാരുണ്യസിന്ധുവായ ശ്രീധർമ്മശാസ്താവിൻ്റെ തിരുനടയിൽ ഇന്ന് ചാക്യാർകൂത്ത് പരിപാടിക്ക് അവസരമൊരുക്കുന്ന ഇതിൻ്റെ എല്ലാ സംഘാടകരോടും ചാക്യാർകൂത്ത് ആദ്യം സശ്രദ്ധം വീക്ഷിച്ച എല്ലാ സജ്ജനങ്ങളോടും പരിപാടി വഴിപാടായി സമർപ്പിച്ച ശ്രീ നടേശൻ ആർ, രാമു നിവാസ് ഔഷധി ജംഗ്ഷൻ പെരുമ്പാവൂർ. നടേശൻ ആർ, രാമു നിവാസ് ഔഷധി ജംഗ്ഷൻ പെരുമ്പാവൂർ. അദ്ദേഹത്തിന് കുടുംബത്തിൽ മനോഹരമായ മന്ത്രമധുരമായ ശബ്ദത്തോടെ പരിപാടിയുടെ വിജയത്തിന് സഹായിച്ച സൗഹൃദ പ്രവർത്തകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുന്നു. കാരുണ്യ സിന്ധുവായ ഭഗവാന്റെ തക്കാക്കൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. മിഴാവ് വായിച്ച എൻ്റെ മകൻ യദുകൃഷ്ണ നന്ദി കൂടി നിങ്ങളെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരു സന്തോഷ വാർത്ത, മികച്ച ചാക്യാർകൂത്ത് കലാകാരനുള്ള ഒരു വലിയ അവാർഡ്, മലയാള പുരസ്കാരം എന്നൊരു അവാർഡ് എന്നെ തേടിയെത്തിയിരിക്കുന്ന സന്തോഷം ഈ അവസരത്തിൽ. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഡോക്ടർ എടനാട് രാജനമ്പ്യാണ്. സെർച്ചിലായി കാണാം. കണ്ണൻ്റെ കഥകളാണല്ലോ പറഞ്ഞത്. അതിൽ രാധാകൃഷ്ണന്മാരുടെ പ്രണയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, എൻ്റെ സ്വന്തം കണ്ണൻ. 100 രൂപയാണ് അതിൻ്റെ വില. കുറച്ച് കോപ്പികൾ വേണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ അതോടെ വെച്ച് തരാം എന്നുകൂടി മണിയറിഞ്ഞ് വന്നാൽ തരാം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പരിപാടി കാര്യങ്ങളൊക്കെ സംഘാടകരോടും എൻ്റെ പ്രവർത്തകരെല്ലാവരോടും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിൻ്റെ 2ാം ദിവസം ഇപ്പോൾ ചാക്യാർകൂത്ത് അവതരിപ്പിച്ച ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ. അദ്ദേഹത്തിന് തിരുവുത്സവ കമ്മിറ്റിയുടെ ഉപദേശ സമിതിയുടെ ആദരവ് ഇപ്പോൾ നൽകുന്നു. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ശ്രീ മധുസൂദനക്കർത്ത അദ്ദേഹത്തെ വേദിയിലേക്ക് വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുവാൻ ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ അദ്ദേഹത്തെ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. മധുസൂദനക്കർത്ത അദ്ദേഹം പൊന്നാട അണിയിച്ച് ഇപ്പോൾ ആദരിക്കുന്നു. ശ്രീകുമാർ തമ്പി ഉപഹാരം നൽകി, ഉപദേശക സമിതിയുടെ ഉപഹാരം നൽകി ശ്രീകുമാർ തമ്പി ഇപ്പോൾ ആദരിക്കുന്നു. 2 ആദരവുകളും അദ്ദേഹം ഏറ്റുവാങ്ങുന്നു. അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയുണ്ടായ ഒരു പ്രധാന അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിനും അദ്ദേഹത്തിനൊപ്പം മിഴാവ് വായിച്ച അദ്ദേഹത്തിൻ്റെ പുത്രനും ആ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകുമാറാവട്ടെ എന്ന് ഉപദേശക സമിതിക്ക് വേണ്ടി, ഭക്തജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം കൂടുതൽ ഉണ്ടാകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവുത്സവ കമ്മിറ്റിക്ക് വേണ്ടി, ഉപദേശക സമിതിക്ക് വേണ്ടി നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു.